അമേരിക്കയിലെ മുഖ്യമന്ത്രിയുടെ ലോക കേരള സഭയിലെ സ്പോൺസർഷിപ്പിനെ ന്യായീകരിച്ചു CPM. സ്പോൺസർഷിപ്പ് വാങ്ങുന്നതിൽ എന്താണ് തെറ്റെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ചോദിച്ചു. ആരോപണം ഉന്നയിക്കുന്നവർ ആരും ഇതിനു മുമ്പ് സ്പോൺസർഷിപ്പ് വാങ്ങിയിട്ടില്ലേ? ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒരു KPCC ഭാരവാഹി ഇപ്പോൾ ജയിലിലാണ്. അതാണിപ്പോൾ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ കാരണമെന്നും ബാലൻ പറഞ്ഞു. ഇതില് പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ എന്തോ അസുഖമുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു 33 kV സബ്സ്റ്റേഷനിൽ നിന്നുള്ള ഊർജം കൊണ്ടും ഭേദപ്പെടുന്നതല്ല ഇത്. 400 kV നേരിട്ട് ഇലക്ട്രിസിറ്റി കൊടുത്താൽ എന്നാൽ തന്നെ ട്രാൻസ്ഫോർമർ പൊട്ടിപ്പോകും. ഒരു നേതാവിനാണോ മൊത്തത്തിൽ കൊടുക്കണം? അപ്പോൾ ഇപ്പം ഇത് വരാൻ കാരണം എന്താ? ഇപ്പോൾ ലോക കേരള സഭയുടെ 1ാം മേഖലാ സമ്മേളനം ദുബൈയിൽ നടന്നു. അപ്പോഴും സ്പോൺസർഷിപ്പ് ഉണ്ട്. 2ാമത് ലണ്ടനിൽ നടന്നു. അപ്പോഴും സ്പോൺസർഷിപ്പ് ഉണ്ട്. ഇപ്പം എന്താ ഇത് വിവാദമാകാൻ കാരണം? അതാണ് താങ്കൾ സൂചിപ്പിച്ച കാര്യം. ഒരു KPCC സെക്രട്ടറി ഇപ്പം ജയിലിലാണുള്ളത്. അബ്രഹാം എന്ന് പറയുന്ന ഒരു KPCC സെക്രട്ടറി, പുൽപ്പള്ളി ബാങ്കിൻ്റെ പ്രസിഡന്റ് ഇപ്പം ജയിലിലാണ്. ഞാനീ സംസാരിക്കുമ്പോൾ ജയിലിലാണ്. 50 കോടി രൂപയുടെ തട്ടിപ്പാണ്, ചില്ലറയല്ല. ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഈ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ സജീവമായ ചർച്ചയാകും എന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊന്ന് LDFൻ്റെ തലയിലേക്ക് വെക്കാൻ വേണ്ടി ലോക കേരള സഭയുടെ സമ്മേളനത്തെ ഇപ്പോൾ മാറ്റിയത്.